സുഹൃത്തുക്കളെ നമസ്കാരമുണ്ട്. എന്തൊരു ഭീകര നുണ സംഖ്യ ലോകത്തിലൂടെയാണ് നമ്മൾ ഈ പോയിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ് സുഹൃത്തുക്കളെ. ഇന്നുകൂടി ഇത് ഒരുപക്ഷെ അവസാനിപ്പിക്കാൻ പോകുന്നതിന് മുമ്പ് രണ്ടാമത്തെ വീഡിയോ ആയിരിക്കും. ഒരു വീഡിയോ കൂടി ഇതിനു പറ്റി ചെയ്തേ വെക്കൂ എന്നുള്ളതാണ്. എന്താ ഇപ്പൊ ഞാൻ പറഞ്ഞു വെക്കുന്നത്, നുണ എങ്ങനെയാണ് ഈ സംഖ്യകൾ പ്രചരിപ്പിക്കുന്നതാണ്. ചില ചാനലുകളൊക്കെ ഒരു നാണവും മാനില്ലാത്ത പച്ചയ്ക്ക് നുണ പറയുന്നത് നമുക്ക് കാണാൻ കഴിയും. ഒരു സംഗതി കാണിച്ചു തരാം. അതേസമയം കുംഭമേളയ്ക്കെതിരെ ചില ഭീഷണികൾ ഉണ്ടായിരുന്നു എന്ന് നമ്മൾ പറഞ്ഞതാണ്. ആ ഭീഷണികളിൽ ഒരു സൂചന ഇപ്പോൾ പുറത്ത് വരികയാണ്. കഴിഞ്ഞ ദിവസം നമ്മൾ വാർത്തകളിലൂടെ കണ്ടതാണ്. ഒരു സൂഫി സംഘം കുംഭമേള സന്ദർശിച്ചിരുന്നു. ആരും ക്ഷണിച്ചിട്ടൊന്നുമല്ല. ഈ സംഘം കുംഭമേള പരിപാടി നടക്കുന്ന സ്ഥലത്തേക്ക് എത്തുന്നു. സുഹൃത്തുക്കളെ, ആ കുംഭമേള എന്ന് പറയുന്ന ആ ഒരു മാഘ ആഘോഷത്തിലേക്ക്, മലപ്പുറത്ത് നടന്ന തിരുനാവായിൽ നടന്ന ആ ഒരു ആഘോഷത്തിലേക്ക് ആരും ക്ഷണിച്ചിട്ടല്ല ആരും അവിടെ എത്തിയത്. അങ്ങനത്തെ ഒരു ആഘോഷം നടക്കുന്നു എന്ന് അവര് സോഷ്യൽ മീഡിയ വഴി പറയുന്നു. സ്വാഭാവികമായിട്ടും അവിടെ നടക്കുന്ന നിള ആരതി പോലുള്ള ആരതികൾ ഇതെന്താണോ സംഭവം എന്നറിയാൻ വേണ്ടിയിട്ട് ഒരുപാട് ആളുകൾ അവിടേക്ക് എത്തുന്നു. സംഘാടകർ പോലും പ്രതീക്ഷ കാണില്ല ഇത്ര അധികം ആളുകളൊക്കെ ഈ ഒരു പരിപാടിക്ക് വരും എന്നുള്ള സത്യം അവർ പ്രതീക്ഷിച്ചിട്ടേ ഇല്ല. ഓരോ ദിവസം കഴിയും തോറും ഭക്ഷണം കൊടുക്കേണ്ട ചെലവുകളൊക്കെ കൂടുന്നു. കൂടുതൽ ഭക്ഷണം ഉണ്ടാക്കേണ്ട ആവശ്യമൊക്കെ അവർക്ക് വന്നു എന്നൊക്കെ നമുക്ക് അവരുടെ പല വീഡിയോസിൽ നിന്നൊക്കെ മനസ്സിലായി. എന്തായാലും പരിപാടി നടന്നു. പലരും പറയുന്ന പോലെ ഇതൊരു കുംഭമേളയൊന്നല്ല. വിശ്വാസപ്രകാരം, സോക്കോള് ഹിന്ദുമത വിശ്വാസപ്രകാരം കുംഭമേള നമ്മുടെ നീളാതീരത്ത് നടക്കാൻ പാടില്ല, അല്ലെങ്കിൽ നടത്താൻ പാടൂല എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് എന്റെ നിർബന്ധമൊന്നല്ല. ഈ ഗരുഡൻ ആ കുംഭവുമായിട്ട് നമ്മുടെ കേരളത്തിലേക്ക്, ഈ മലപ്പുറത്തിലേക്ക്, ഈ ഒരു നിളാ നദീ തീരത്തേക്ക് വന്നിറങ്ങിയിട്ടില്ല എന്നുള്ളതുകൊണ്ടാണ് വിശ്വാസപ്രകാരം അത് നടക്കുന്നത് ശരിയല്ല എന്നൊക്കെ പലരും പറഞ്ഞത് ഞാനിന്ന് ആവർത്തിക്കുന്നു മാത്രം. എന്തായാലും സംഗതി അവിടെ കിടക്കട്ടെ. നോക്കൂ, ഈ ഒരു പ്രോഗ്രാം നടക്കുന്നതിന്റെ അവസാനത്തെ ഒരു 3 ദിവസം മുമ്പ് എങ്ങാണ്ടാണ് സൂഫി സന്യാസിമാര് ഈ ഒരു മാഘമാസ ആഘോഷത്തിലേക്ക് വന്നു ചേർന്നത്. സൂഫികൾ വരുന്നു, മലയാളികളാണ്. സൂഫികൾ വരുന്നു, അതിന്റെ ആചാര്യനായിട്ടുള്ള ഒരാളെ പോയി കാണുന്നു. ആ ആചാര്യൻ ഒരു തരത്തിൽ പോലും വന്നവർ തീവ്രവാദികളാണെന്നും പറഞ്ഞിട്ടില്ല. സൂഫികളാണ്, ഇസ്ലാമിലെ സന്യാസിമാരാണ്, സ്വഫ് ഒരു പുതപ്പ് പുതച്ചവരാണ്. ഇസ്ലാമിൽ എപ്പോഴൊക്കെയാണോ അപജയങ്ങൾ ഉണ്ടാവുന്നത് അപ്പോഴെല്ലാം ഇസ്ലാമിനെ നവീകരിക്കുന്ന ഒരാളുകളാണ് ഈ സൂഫികൾ. ഏകദേശം ഹിന്ദു പാരമ്പര്യ രീതിയിലുള്ള, സന്യാസ പാരമ്പര്യ രീതിയിലുള്ള ഒരു പാരമ്പര്യമൊക്കെ കൊണ്ടുനടക്കുന്ന ആളുകളാണ്. അനൽ ഹക്ക് എന്ന് പറയുന്ന, ഒരുപക്ഷെ ഹിന്ദു മതത്തിലെ പറയുന്ന പോലത്തെ ചില വാക്കുകൾ, അതേപോലെ മീനിങ്ങൾ, ചില വാക്കുകളൊക്കെ ഉരുവിട്ടുകൊണ്ട് നടക്കുന്ന ആളുകളാണ്. ഇതൊക്കെ നമുക്കറിയാം, സത്യമാണ്. അവിടേക്ക് സൂഫികൾ വന്നു. സൂഫികൾ മാത്രമല്ലെന്നേ, ഒരുപാട് ഹിന്ദുക്കള്, ഇപ്പൊ അങ്ങനെയൊക്കെ പറയേണ്ട ഗതികേട് വരുന്നു. ഒരുപാട് ഹിന്ദുക്കള്, ഒരുപാട് മുസ്ലിങ്ങള്, ഒരുപാട് ഈ മതമൊന്നും ഇല്ലാത്ത ആളുകൾ, ഈ ഒരു മതത്തിൽ വിശ്വസിക്കാത്ത ആളുകള്, ചില ആൾക്കാർ ഈ കാഴ്ചകൾ കാണാൻ വേണ്ടി മാത്രമായിട്ടുള്ള ആളുകളൊക്കെ വന്നിട്ടുണ്ട്. പക്ഷേ ഈ സൂഫികൾ വന്നതിനെ ഈ ഒരു ചാനലിന്റെ ആളുകള് തീവ്രവാദികൾ വന്നു, അല്ലെങ്കിൽ ആ ഒരു പ്രോഗ്രാം കൊളമാക്കാൻ വേണ്ടിയിട്ട് ചില ഭീകര ആളുകൾ വന്നു എന്നാ പറയുന്നത്. അത് ശരിയല്ല. അവർ നമ്മുടെ അവിടുത്തെ മഹാമണ്ഡലേശ്വർ, അതായത് ജൂന അഖാഡയുടെ മഹാമണ്ഡലേശ്വർ സ്വാമി ആനന്ദവനം ഭാരതിയുമായിട്ടൊക്കെ കൂടിക്കാഴ്ച നടത്തി എന്ന് നമ്മൾ വാർത്തകളിൽ കണ്ടിരുന്നു. ഈ സൂഫി സംഘം കുംഭമേള സംഘാടകരോട് പറഞ്ഞത് ഞങ്ങൾ എത്തിയത് പിന്തുണ അറിയിക്കാനാണ് എന്നാണ്. ആർക്കാണ് പിന്തുണ അറിയിക്കുന്നത്? നിങ്ങളുടെ ഈ പരിപാടി സംഘടിപ്പിക്കുന്ന സംഘാടകർക്ക് പിന്തുണ അറിയിക്കാൻ എത്തിയതാണ് എന്നാണ് ഈ സൂഫി സംഘം പറഞ്ഞത്. സംഘാടകർ അവരോട് പറഞ്ഞത്, സത്യത്തിൽ ഞങ്ങൾ അങ്ങനെ ഒരു പിന്തുണയല്ല അർഹിക്കുന്നത്. നിങ്ങൾക്ക് ഈ മാഘത്തിൽ പങ്കെടുക്കാം, ഈ കുംഭമേളയിൽ പങ്കെടുക്കാം, അതിന് പിന്തുണ നൽകാം, ഭക്തരോടൊപ്പം അവർക്ക് പങ്കെടുക്കാം, അല്ലാതെ സംഘാടകർക്ക് പ്രത്യേകം പിന്തുണയുടെ ആവശ്യമൊന്നുമില്ല എന്നവർ പറഞ്ഞു എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്തായാലും ആരും ക്ഷണിക്കാതെ തന്നെ സൂഫി സംഘം കുംഭമേളയിൽ എത്തുന്നു. അധികൃതരുമായിട്ടൊക്കെ ചർച്ച നടത്താൻ ശ്രമിക്കുന്നു. ഞങ്ങളൊപ്പമുണ്ട് എന്നൊക്കെ പറഞ്ഞു വെക്കാനൊക്കെയുള്ള ശ്രമങ്ങൾ നടത്തുന്നു. എന്തായാലും അത് വേണ്ടേ എന്നാണ് എൻ്റെ ഒരു ചോദ്യം. അത് വേണമെന്നാണ് എനിക്ക് തോന്നുന്നത്. ഒരു ആഘോഷം നടക്കുന്ന സമയത്ത് തൊട്ടപ്പുറത്തൊരു അന്യമതസ്ഥരുണ്ടെങ്കിൽ അവര് നമ്മൾക്ക് സപ്പോർട്ട് അവരുടെ വേണം. മനുഷ്യരാണെങ്കിൽ അവരെ സപ്പോർട്ട് നമ്മൾ സ്വീകരിക്കണം. സന്യാസിമാരാണെങ്കിൽ അവരെ സപ്പോർട്ട് സ്വീകരിക്കണം. സന്യാസിമാർക്ക് എന്ത് മതം? ഞാൻ അറിഞ്ഞിടത്തോളം സന്യാസിമാർക്ക് സംന്യസിച്ചവരാണ്, എല്ലാം ത്യജിച്ചവരാണ്. ഒന്നും തൻ്റേതല്ല, ഒന്നും നമ്മുടേതല്ല എന്ന് വിചാരിച്ചടക്കുന്ന ആളുകളാണ്. അവർക്കെന്ത് മതമാണെന്നേ
അവർക്ക് എല്ലാ മതവും ഒന്നാണ്. അപ്പൊ അവിടേക്ക് കുറച്ചു എന്താണ് ഈ ഇസ്ലാമിലെ ഈ സന്യാസി വര്യന്മാർ വന്നു കഴിഞ്ഞാൽ അവരെ സ്വീകരിക്കുക എന്നല്ലാതെ ഇവർക്ക് എന്താ ചെയ്യാനുള്ളത്? അതിനെ ക്ഷണിക്കാതെയാണ് വന്നത്. അവരെന്തൊക്കെ ചർച്ച നടത്തുന്നു, മാഘമാസ ആഘോഷത്തെ നശിപ്പിക്കാൻ ശ്രമിക്കുന്നു എന്നൊക്കെ രീതിയിൽ എന്തിനാണ് വാർത്ത വായിക്കുന്നത് എന്നാണ് എനിക്ക് മനസ്സിലാവാത്തത്. ശരിയല്ല കേട്ടോ അതൊന്നും. നോക്കാം ബാക്കി. ദുരൂഹമാണ് ഈ സന്ദർശനം. സംഘാടകരടക്കം ഈ സന്ദർശനത്തെ സംശയത്തോടു കൂടിയാണ് കാണുന്നത്. തത്വമയിയും ഈ സന്ദർശനത്തെ ദുരൂഹതയോടു കൂടിയാണ് കാണുന്നത്. ഇതിൽ ഒട്ടും വിശ്വാസമില്ലാത്ത, അല്ലെങ്കിൽ ഈ സൂഫി സംഘം അറിയിക്കുന്ന പിന്തുണയിൽ ഒട്ടും വിശ്വസിക്കേണ്ടതില്ല എന്ന ഒരു അഭിപ്രായമാണ് ഞങ്ങളുടേതും. എന്തുകൊണ്ടാണ് ഈ സൂഫി സംഘം ഹൈന്ദവ ക്ഷേത്രങ്ങളിലും നോക്കൂ, ഇവര് വളരെ വൃത്തിയായിട്ട് പറഞ്ഞു കഴിഞ്ഞു, ഇതിലൊന്നും വിശ്വസിക്കേണ്ട ആവശ്യമില്ല, ഇത്തരം സൂഫികളിലൊന്നും പിന്തുണ ആവശ്യമില്ല എന്നുള്ളതാണ് ഞങ്ങളുടെ അഭിപ്രായം. എന്ന് വെച്ച് കഴിഞ്ഞാൽ ആരാണ് ഞങ്ങൾ? ഈ ഒരു ചാനൽ പ്രവർത്തകരുടെ അഭിപ്രായമായിരിക്കാം. ഇതൊന്നും അവിടെയുള്ള ആ ഒരു അഖാഡകൾ പറഞ്ഞിട്ടില്ല കേട്ടോ. അഖാഡകൾ വളരെ സ്നേഹത്തോടെയാണ് അവർ സ്വീകരിച്ചത്. നിങ്ങൾ ഇന്ത്യൻ സന്യാസി പാരമ്പര്യത്തിലൊപ്പം നിൽക്കുന്ന ആളുകളാണ് നിങ്ങൾ എന്ന് പറഞ്ഞുകൊണ്ട് അവരെ സ്വീകരിക്കുക ചെയ്തത്. നിങ്ങളും ഈ മാഘമാസ ആഘോഷത്തിൽ പങ്കെടുക്കൂ എന്നാണ് പറഞ്ഞത്. അവിടെ ആ മാഘമാസ ആഘോഷത്തിൽ എൻ്റെ അഭിപ്രായത്തിൽ 3-4 തരത്തിലുള്ള ആളുകളാണ് വന്നേ. ഒന്ന്, നല്ല വിശ്വാസികൾ. ഹിന്ദു മതത്തിന് അസാരമായിട്ട് ഹിന്ദു മതത്തിലെ എല്ലാ കാര്യങ്ങളും നല്ലപോലെ വിശ്വസിക്കുന്ന ആളുകൾ അവിടെ വന്നിട്ടുണ്ട് 100%. രണ്ടാമത്തെ കുറച്ച് ആൾക്കാർ ഇതെന്താ പരിപാടി എന്ന് കാണാൻ വേണ്ടി വന്ന ആൾക്കാർ. ഇതെന്താ പരിപാടി എന്ന് കാണാൻ വേണ്ടി, കാരണം ഭയങ്കര രസമാണ്, കാഴ്ച ഭയങ്കര രസമാണ്. അതിലൊക്കെ ചിലപ്പോൾ എന്നെപ്പോലുള്ള ആളുകൾക്ക് പെടും. ഇതെന്താ പരിപാടി എന്ന് അറിയാൻ വേണ്ടിയിട്ട് പോയ ആളുകൾ. മൂന്നാമത്തെ ഒരു കൂട്ടം ആളുകൾ ഇതിനെ രാഷ്ട്രീയപരമായിട്ട് നോക്കി കാണാൻ വേണ്ടി പോകുന്ന ആളുകൾ. ആരതിന്റെ പുറകിൽ ഇതെന്താ പരിപാടി നടക്കണം, ഇതെന്തിനാ ഇപ്പൊ ഇവിടെ നടക്കണം, അവിടെ നടക്കണ പരിപാടി എന്തിനാ ഇവിടെ നടക്കണം എന്നൊക്കെ രീതിയിൽ ഇത് രാഷ്ട്രീയപരമായിട്ട് നോക്കി കാണുന്ന ആളുകളൊക്കെ. ചില ആളുകള് രസമായിട്ട് ഈ പൂരപ്പറമ്പിൽ ആള് കൂടൂലേ, അപ്പൊ അതുകൊണ്ട് ഇവിടെ ആള് കൂടുന്നത് നമുക്കൊന്ന് രസമായിട്ട് അവിടെ പോയി വരെ കുറച്ചു നേരം മണലിലൊക്കെ നടക്കാം. എന്തായാലും ഇപ്പോ ഈ വെളിച്ചുള്ളപ്പോഴേ നടക്കാൻ പറ്റുള്ളൂ, അപ്പൊ അങ്ങനെ നമുക്ക് നടക്കാം എന്ന് വിചാരിച്ചിട്ട് വരുന്ന ആളുകൾ, ടൈമിന് ചുമ്മാ രസമായിട്ട് സമയം ചെലവഴിക്കാൻ വേണ്ടി വരുന്ന ആളുകൾ. ചില ആളുകൾ നല്ല ഫോട്ടോഗ്രാഫേഴ്സാ, നല്ലൊരു പിക്ക് ഇവിടുന്ന് കിട്ടുമോ, എന്തായാലും ഇമാതിരി പരിപാടിയിൽ ഉത്തരേന്ത്യയിൽ പോയിട്ട് കാണാനുള്ള കാശ് നമ്മളതിലില്ല, അപ്പൊ അത് ഇവിടെ കാണാൻ പറ്റുമല്ലോ ഫ്രീ ആയിട്ട്, നമുക്കിന്ന് ഇവിടുന്ന് ആവാം എന്ന് ചിന്തിച്ച് വന്ന ആളുകൾ. ഇങ്ങനെ പലതരത്തിലുള്ള ആളുകളാണ് ഇവിടേക്ക് വന്നത്. വിശ്വാസികളും വിശ്വാസികളല്ലാത്തവരും, ദൈവമുള്ളവരും ദൈവമില്ലാത്തവരും, അന്യമതസ്ഥർ എന്ന് വിളിക്കുന്ന ആളുകളും ഒക്കെ അവിടേക്ക് എത്തിയിട്ടുണ്ട്. അവിടുത്തെ ആളുകൾക്ക് അതൊന്നും പ്രശ്നമായിരുന്നില്ല. ഇത് മലപ്പുറമാണ്, ഇത് കേരളമാണ്, എല്ലാവരെയും സ്വീകരിക്കുന്ന മണ്ണാണ്, ഒരു മടിയും കൂടാതെ. എന്തായാലും ഇത് കേൾക്കാം. ഒന്ന്, ഭാരതത്തിന്റെ സംസ്കൃതിയെ ആദരിക്കാതെ അല്ലെങ്കിൽ അതിനെ നശിപ്പിക്കണമെന്ന് ആഗ്രഹിച്ചു വരുന്ന ആളുകൾ, അല്ലെങ്കിൽ ആ സംസ്കൃതിയോട് ചേർന്ന് അതിൽ നിന്ന് ഊർജം ഉൾക്കൊണ്ടുകൊണ്ട് അതിൽ നിന്ന് ഈ ധർമ്മത്തിൽ ഇഴുകിച്ചേരുക എന്നുള്ള നിലയിൽ സൂഫി പാരമ്പര്യം എന്ന് പറയുന്നത് ഭാരതീയ ഋഷി പാരമ്പര്യവുമായിട്ട് വളരെ ചേർന്ന് നിൽക്കുന്ന ഒരു പാരമ്പര്യം. കണ്ടില്ലേ, ഈ അഖാഡ വളരെ വ്യക്തമായിട്ട് പറഞ്ഞു കഴിഞ്ഞു. ഇവര് വന്നത് ഈ പ്രോഗ്രാമിനെ നശിപ്പിക്കാനോ തകർക്കാനൊന്നുമില്ല. തകർക്കാനാണെങ്കിൽ ഇവർക്ക് വേറെ എന്തെങ്കിലും രീതിയിൽ നോക്കാം. അവർ വളരെ വൃത്തിയായിട്ട് ഈ പരിപാടിയൊപ്പം ഒന്ന് ചേരാൻ വേണ്ടിയിട്ടും ഒന്ന് കാണാൻ വേണ്ടിയിട്ടും ഇതോട് കൂടിയിട്ടൊരു മതസൗഹാർദ്ദമൊക്കെയാണ് നിലയിൽ നിർത്താൻ ശ്രമിക്കുന്നത്. അപ്പൊ ഈ ചാനലുകാർ പറയുന്നത് എന്താ? നേരെ വിപരീതം. അപ്പൊ ചാനലുകാർ പറയുന്ന ഏകദേശം നുണയാണ്. നിങ്ങൾക്ക് കാര്യം മനസ്സിലായല്ലോ. ഒരു തീവ്രവാദ ആക്രമണവും അവിടെ ഉണ്ടായിട്ടില്ല, ഇങ്ങളായിട്ട് ഉണ്ടാക്കരുത്. എന്തായാലും ഇദ്ദേഹം പറഞ്ഞേക്കാം എന്ന് ഇവിടെ ഋഷിമാര് എങ്ങനെ തിരിച്ചറിഞ്ഞു, അതുപോലെ അനൽ ഹഖ് എന്ന് തിരിച്ചറിഞ്ഞ ഋഷിമാരാണ് സൂഫികളിൽ ഉണ്ടായിരുന്ന ആത്മജ്ഞാനം നേടിയ ആളുകൾ. അതിനുള്ളൊരു അന്വേഷണമാണ്, ആന്തരികമായിട്ടുള്ളൊരു അന്വേഷണമാണ് സൂഫിസത്തിന്റെ പാതയായിട്ട് നമ്മളൊക്കെ മനസ്സിലാക്കിയിട്ടുണ്ട്. കാരണം പൊതുവിൽ ഈ സെമറ്റിക് മതങ്ങളൊക്കെ പൊതുവിൽ അതിൻ്റെ വ്യാവഹാരിക രൂപത്തിൽ രാഷ്ട്രീയ സ്വഭാവം ആർജിക്കുന്നത് കൊണ്ടാണ് പലപ്പോഴും ഇപ്പൊ അനൽ ഹഖ് എന്ന് പറയുന്ന സൂഫിയെ സുൽത്താൻ തലവെട്ടി കളയുക എന്ന് പറയുന്ന ഒരു സംഗതിയാണ്. കാരണം അതിന് അധികാരത്തിന് വേണ്ടി അതിനെ ഉപയോഗിക്കുമ്പോൾ അല്ലെങ്കിൽ അതിനൊരു രാഷ്ട്രീയ സ്വരൂപമായി മാറുമ്പോൾ അത് സെമറ്റിസൈസ് ചെയ്ത് വരുമ്പോൾ ആത്മാന്വേഷണത്തിന് പകരം അത് ബാഹ്യമായിട്ടുള്ള കാര്യങ്ങളിലേക്ക് വരുമ്പോൾ വളരെയധികം എന്താ പറയാ ഫിലോസോഫിക്കലായിട്ട് അദ്ദേഹം സംസാരിച്ചു വരുന്നുണ്ട്. ഇതൊരു ആത്മാന്വേഷണമാണ്, ഇവിടെ നടക്കുന്നതൊക്കെ തന്നെയാണെന്നൊക്കെ പറയുന്നുണ്ട്. എന്തായാലും ഇതിൻ്റെ ഒക്കെ പുറകെ നല്ല കൃത്യപ്പെട്ട രാഷ്ട്രീയമൊന്നുണ്ട്. അതിപ്പോ ഈ അഖാഡകളായാലും ഇവരെ ആരായാലും എന്തായാലും
എന്തൊരു പ്രോഗ്രാമിൻ്റെയും പുറകിൽ ഒരു വ്യക്തമായിട്ടുള്ള രാഷ്ട്രീയം ഉണ്ടായിരിക്കുന്ന കാര്യത്തിൽ സംശയമൊന്നുമില്ല. അതില്ല എന്നൊക്കെ പറയുന്നത് അബദ്ധമാണ്, വിഡ്ഢിത്താണ്, വിഡ്ഢികളാണ്, അങ്ങനെ പറയുള്ളൂ. എന്ത് പ്രോഗ്രാമിൻ്റെ പുറകിൽ രാഷ്ട്രീയമുണ്ടോ? ഈ രാഷ്ട്രീയം ഉണ്ടെന്നൊക്കെ പറയുമ്പോൾ അത് കൊടി പിടിച്ച രാഷ്ട്രീയമാണോ കൊടി പിടിക്കാത്ത രാഷ്ട്രീയമാണെന്നൊന്നും നിങ്ങൾ ആരും സങ്കല്പിക്കും മറ്റൊന്നും വേണ്ട. വേണമെങ്കിൽ കൃത്യമായിട്ട് ഇതിൻ്റെ പുറകിൽ ഒരു സംഘപരിവാര സംഘടനയുടെ രാഷ്ട്രീയമുണ്ട്. ഇതിൻ്റെ ഭാഗമായിട്ട് 4 വോട്ട് കൂടുതൽ ഒരുപക്ഷെ BJP കിട്ടാൻ സാധ്യതയുണ്ട്. ഇതിന്റെ ഭാഗമായിട്ട് ഹിന്ദുക്കളുടെ പരിപാടിക്ക് ഗവൺമെന്റ് സഹായമൊന്നും നൽകുന്നില്ല എന്ന് 4 വർത്തമാനം പറഞ്ഞിട്ട് എങ്ങനെ വോട്ട് പിടിക്കാൻ ശ്രമിക്കുന്ന പരിപാടികളൊക്കെ നടക്കുന്നുണ്ട്. അതൊക്കെ നടത്തി കഴിഞ്ഞു. ശോഭ ഒക്കെ വന്നിട്ട് അത്തരം വർത്തമാനങ്ങളൊക്കെ പറഞ്ഞു പോയി കഴിഞ്ഞു എന്നുള്ളത് ഒന്ന് മനസ്സിലാക്കുക. ഒരു ചെറിയ തീയിട്ട് പോകുക എന്നുള്ളതാണ്. എന്തായാലും അതങ്ങനെ നടന്നിട്ടുള്ളൂ. പക്ഷെ അതേസമയം ഇവിടെ ഒരു തീവ്രവാദാക്രമണം ഉണ്ടായിട്ടില്ല. ഇത് മലപ്പുറമാണ്. വളരെ സ്നേഹത്തോടെയാണ് വരുന്ന ആളുകളൊക്കെ സ്വീകരിച്ചത്. എല്ലാവരും അവരുടെ ഗേറ്റുകൾ തുറന്നിട്ട് വാഹനം പാർക്ക് ചെയ്യാനുള്ള സൗകര്യം ഒരുക്കി കൊടുത്തിട്ടുണ്ട്. വേണ്ടവർക്ക് വെള്ളം, ഭക്ഷണ സാധനങ്ങളൊക്കെ ഒരു മടിയും കൂടാതെ ഉണ്ടാക്കി കൊടുക്കാനൊക്കെ ഇവിടുത്തെ ആളുകളൊക്കെ തയ്യാറായിട്ടുണ്ട്. അങ്ങനെ വളരെയധികം സ്നേഹത്തോടെയാണ് വരുന്ന ആളുകളൊക്കെ പോയിട്ടെന്നുള്ളതാണ്. എന്താണ് ഇതിൻ്റെ ഒരു ഗുണം? ഇനി അങ്ങനെയും പറയാലോ, ഇങ്ങനത്തെ ഒരു പ്രോഗ്രാം സംഭവിച്ചതിന്റെ ഭാഗമായിട്ട് നമുക്ക് കിട്ടിയൊരു ഗുണം എന്ത്? ഒറ്റ മിനിറ്റ്, കൊതുക് കൂടുതലുണ്ടോ? എന്താണ് ഗുണം കിട്ടിയത് എന്നുള്ളതാണ്. നോക്കൂ, ആദ്യമായിട്ട് എനിക്ക് കാണിച്ചു തരുള്ളത്, ഇങ്ങനത്തെ ഒരു പ്രോഗ്രാം നടക്കുമ്പോൾ എന്തെങ്കിലുമൊക്കെ ഒരു വൃത്തിയുടെ ആരെങ്കിലൊക്കെ പറയലോ, അങ്ങനെ ഒരു വൃത്തിയുടെ ഇതുമായി ബന്ധപ്പെട്ട സന്യാസി തുടക്കത്തിൽ പറഞ്ഞിരുന്നു കേട്ടോ. നോക്കിക്കോളൂ. ആരുടെയും അച്ഛന്റെയോ അല്ലെങ്കിൽ അപ്പാപ്പയുടെയോ തന്തയുടെയോ അല്ലെങ്കിൽ ഏത് ഭാഷയിൽ വേണോ പറഞ്ഞാൽ ഫാദറിന്റെയോ പിതാശ്രീയുടെയോ വകയൊന്നും അല്ല. തുണി കൊടുത്തും തുണി കൊടുക്കാതെയും സന്യാസി. കണ്ടില്ലേ, ഇങ്ങനത്തെ ഒരു വർത്തമാനം ഇതുമായി ബന്ധപ്പെട്ടൊരു സന്യാസി പറഞ്ഞിരുന്നു. തുണി എടുത്തും തുണി എടുക്കാതെ സന്യാസിമാര് വരും, തടുക്കാൻ പറ്റുമെങ്കിൽ തടുക്ക് എന്നൊക്കെ പറഞ്ഞായിരുന്നു. കേൾക്കൂ. ഇവിടെ എത്തും. അതാണ് പുള്ളിയുടെ വേറെ ഡയലോഗ്. അത് തടയാമെന്ന് ആരെങ്കിലും കരുതുന്നുണ്ടെങ്കിൽ ഒന്ന് ശ്രമിച്ചു നോക്ക്. അപ്പോൾ ഹിന്ദുവിന്റെ ശക്തി നിങ്ങൾക്ക് മനസ്സിലാവും. ഇത് തടയാൻ വേണ്ടി ഏതെങ്കിലും മലപ്പുറത്താണ് നടക്കുന്നത്. അപ്പൊ ആരെങ്കിലുമൊക്കെ ഇത് തടയാൻ വേണ്ടി വരും. അപ്പൊ അത് വെച്ച് നമുക്ക് നടത്താമെന്നാണ് സംഘപരിവാർ പ്രതീക്ഷിച്ചിരുന്നത്, ആഗ്രഹിച്ചിരുന്നത്. പക്ഷെ അങ്ങനെ ഒരു സംഭവം അവിടെ ഉണ്ടായില്ല എന്ന് മാത്രമല്ല, സംഘപരിവാറിന്റെ നേതാക്കളെ കൊണ്ട് തന്നെ അവിടുത്തെ മുസ്ലിങ്ങളെ കുറിച്ച് നല്ലത് പറയിപ്പിച്ചു. അതാണ് ഈ കുംഭമേള കൊണ്ട് മലപ്പുറത്തിന് എന്താണ് ഗുണം കിട്ടിയെന്നൊക്കെ ചോദിക്കണം. സത്യം പറഞ്ഞാൽ അതുകൂടി പറഞ്ഞിട്ട് അവസാനിപ്പിക്കാം. കുംഭമേള കൊണ്ട് മലപ്പുറത്തിന് എന്ത് ഗുണം കിട്ടിയത്? നല്ല ഗുണം കിട്ടിയിട്ടുണ്ട്, ബഹുത്വ ഗുണം കിട്ടിയിട്ടുണ്ടെന്ന് ഞാൻ പറയാം. ഗുണം എന്താ വെച്ച് കഴിഞ്ഞാൽ, മലപ്പുറത്തിന്റെ സ്നേഹത്തെക്കുറിച്ച്, മലപ്പുറം എന്ന് പറയുന്ന പ്രദേശത്തിന്റെ നന്മയെക്കുറിച്ച് കൂടുതൽ ആളുകൾക്ക് അറിയാൻ കഴിഞ്ഞു എന്നതിനൊക്കെ അപ്പുറം വേറൊന്നും മലപ്പുറത്തിന് കിട്ടിയിട്ടില്ല. എന്തായാലും ആവശ്യമില്ലാത്ത വർഗീയ വർത്തമാനങ്ങൾ ഏത് ചാനലായാലും പറയരുതെന്നാണ് എൻ്റെ വിനീതമായിട്ടുള്ള അഭിപ്രായം. ബാക്കി ഞാൻ നിങ്ങൾക്ക് വിട്ടിരുന്നു. നിങ്ങളുടെ അഭിപ്രായം ഒന്ന് എഴുതി വയ്ക്കാൻ ശ്രമിക്കൂ. ഒപ്പം തന്നെ നമ്മുടെ ചെറിയൊരു ചാനലാണ്. നിങ്ങൾക്ക് താല്പര്യമായെങ്കിൽ, ഇഷ്ടമായെങ്കിൽ നിങ്ങൾക്കതൊന്ന് ഷെയർ ചെയ്യാം. സമാന ഹൃദയർക്ക് ഇഷ്ടമുള്ളവർക്കൊന്ന് അയച്ചു കൊടുക്കാം. അപ്പോൾ സുഹൃത്തുക്കളെ, ബൈ.